ഹായ്, ഇനി നമ്മൾ സാധാരണ ഒരു ടേബിൾ ഗ്രാഫാണ് നോക്കാം അതെങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ദ ഗ്രാഫ് ഗിവൺ ബിലോ റെപ്രസെന്റ് ദി നമ്പർ ഓഫ് യൂസേഴ്സ് ഓഫ് ടു ബ്രോഡ്ബാൻഡ് സർവീസസ് എ ആൻഡ് ബി അക്രോസ് 5 cities P, Q, R, S and T. രണ്ട് ബ്രോഡ്ബാൻഡ് സർവീസ് ഉണ്ടായിരുന്നു, എയും ബിയും. അത് 5 സിറ്റികളിൽ ഏതൊക്കെ രീതിയിലാണ് അവരുടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. പിയിലാണെങ്കിൽ എക്ക് 500 ആണ്, ബിക്ക് 600 ആണ്. അങ്ങനെ ഓരോന്നിന്റെയും ഓരോ സിറ്റിയിലെ കാര്യങ്ങളാണ് പറയുന്നത്, ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള കാര്യം. എങ്കിൽ അത് വെച്ച് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് യൂസേഴ്സ് ഓഫ് ബ്രോഡ്ബാൻഡ് ബി അക്രോസ് ആൾ ദി ഗിവൺ സിറ്റീസ് ടുഗദർ? അതായത് വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് യൂസേഴ്സ് ഓഫ് ബ്രാൻഡ് ബി അക്രോസ് ആൾ ദി ഗിവൺ സിറ്റീസ് ടുഗദർ. ഇതിനകത്ത് ഞാൻ പറയാനുള്ള വേറെ കാര്യം, ഈ മിക്സഡ് ഗ്രാഫൊക്കെ തരുമ്പം നിങ്ങൾ രണ്ടും കൂടെ വെച്ചിട്ട് അതിന്റെ ഡേറ്റ ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കും. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇതുപോലത്തെ നേരത്തെ തന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതുപോലത്തെ ക്വസ്റ്റ്യനകത്ത് ഒരിക്കലും നിങ്ങൾ ഈ ഡേറ്റാസ് നിങ്ങൾ കമ്പൈൻ ചെയ്ത് ആദ്യമേ എഴുതാൻ നിൽക്കരുത്. കാരണം ഇതിന്റെ വാല്യൂ എങ്കിൽ പിന്നെ 25% അല്ലേ, എങ്കിൽ 48,000 25% ആദ്യം എഴുതി റെഡിയാക്കി വെക്കാം. പിന്നെ അടുത്ത 27% ആദ്യം റെഡിയാക്കി വെക്കാം. ഇങ്ങനെ എല്ലാത്തിന്റെ ആദ്യം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പറക്കി എഴുതിയാൽ മതിയല്ലോ എന്നൊക്കെ തോന്നും. ഞാനിപ്പോൾ ഓർത്തോണ്ട് ഞാനിപ്പോൾ വേഗം പറയുകയാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, എടുത്ത് ചെയ്യരുത് ആദ്യമേ. കാരണം അത് നമുക്ക് ഒരു ആവശ്യമില്ലാത്തൊരു ഡേറ്റ ആയിരിക്കും മിക്കവാറും ഉള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ സമയം കളയല്ലേ, നമുക്ക് എപ്പോഴും 1 സെക്കൻഡ് സമയമെങ്കിലും ലാഭിക്കാൻ നോക്കുക. അപ്പോൾ എഴുതുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൈറ്റ് പേപ്പറിനത് എഴുതി തുടങ്ങുമ്പോൾ ഓരോ ഓർഡറിലങ്ങ് ഓരോ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് തന്നെ എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഇട്ട് തന്നെ എഴുതി അങ്ങ് സോൾവ് ചെയ്തിരിക്കും നല്ലത്. ഒരിക്കലും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതുപോലെ ആദ്യമേ ഡേറ്റാസ് പറക്കി എഴുതരുത്. ഏതെങ്കിലും ക്വസ്റ്റ്യനകത്ത് അങ്ങനെ എഴുതിയെങ്കിലേ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയുള്ള പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ഡേറ്റാസ് ആദ്യം എടുത്ത് എഴുതുക. അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വെറുതെ എന്ത് ചെയ്യരുത്, ഈ ഡേറ്റാസ് എഴുതി സമയം കളയരുത്. നമുക്ക് ഞാൻ ഇപ്പോൾ ഓർത്തോണ്ട് അതങ്ങ് പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്താണെങ്കിൽ നമ്മൾ ഓരോ പി, ക്യു, ആർ, എസ്, ടി അങ്ങനെ 5 സിറ്റികളിൽ എയും ബിയും 2 കമ്പനിയുടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഏതൊക്കെ രീതിയിലെന്നുള്ളതിന്റെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ പറഞ്ഞെന്താ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻ ബ്രാൻഡ് ബി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ മൊത്തം സിറ്റിയിലും കൂടെയുള്ള ടോട്ടൽ വാല്യൂ എത്രയെന്നാണ്. ജസ്റ്റ് നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കി തന്നെ ആ ആൻസറിലേക്ക് എത്തിക്കണം. ജസ്റ്റ് കൂട്ടിപ്പോയാൽ പോരെ. ബി എന്ന് പറഞ്ഞാൽ എത്ര, റെഡ് കളർ ഗ്രാഫ് അല്ലേ, റെഡ് കളറിന്റെ വാല്യൂ സം ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഒരു ക്ലർക്ക് ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാം ഈ ഒരു ലെവൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ക്ലർക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും, വലിയ വലിയ കാൽക്കുലേഷൻ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നോക്കാം. 600 + 500 എത്ര കിട്ടി? 1100 + 600. നമുക്ക് ചുമ്മാ ഈ 100 വാല്യൂ കൂട്ടിയില്ലെങ്കിൽ അതിനകത്ത് ബാക്കിയുള്ള വാല്യൂ കൂട്ടിയെങ്കിൽ പോയാലും മതി. 6 + 5 എത്ര കിട്ടി? 11 കിട്ടി. 11 + 6.5, 11 + 6 എത്രയാ? 17 കിട്ടും. 17.5 കിട്ടും. 17.5 + 7, 17.5 + 3 ചെയ്താൽ നമുക്ക് എത്ര? 20.5 കിട്ടും. പ്ലസ് ഒരു 4 ചെയ്താൽ മതി, 24.5 എന്ന് കിട്ടും. 24.5 + 5.5, 24.5 + 0.5 ചെയ്താൽ 25 കിട്ടും. 25 + 5 വെച്ചാൽ നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. ആൻസർ ഉറപ്പായിട്ട് എത്ര ആയിരിക്കും? 3000 ആയിരിക്കും നമ്മുടെ ആൻസർ. 30 മീൻസ് നമ്മൾ 2 0 ഒഴിവാക്കിയല്ലേ ചെയ്തത്, 3000 കിട്ടും ആൻസർ. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ സം എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റൈറ്റ് സൈഡ് എഴുതി കൂട്ടുപോലും ചെയ്യരുത്. ചുമ്മാ 6 + 5 + 6.5 + 7 + 5.5 എന്ന് പറഞ്ഞ് കൂട്ടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ 0.5 വരുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി, ഇവിടെ 5.5 ഉണ്ട്, 6.5 ഉണ്ട്. ഇത് രണ്ടോ കൂട്ടി നമുക്ക് എത്ര കിട്ടും? ഈ ഒരു 0.5 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതും 6 ആയി, ഇതും 6 ആയി. എത്ര കിട്ടി? 6 + 6 12 ആയി. 12 + 7 12 + 6 ആണെങ്കിൽ 18 കിട്ടി. 18 + 1 എത്ര കിട്ടി? 19 കിട്ടി. 19 + 6 25 കിട്ടി. 25 + 5 30 കിട്ടി. അങ്ങനെ കൂട്ടിയാലും നമുക്ക് എളുപ്പമുള്ള ഏത് രീതി കൂട്ടിയാലും മതി. വളരെ കുറച്ച് സമയം എടുത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് എത്തിക്കുക. എന്റെ ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്ന വാല്യൂ സം ചെയ്താൽ മാത്രം മതി. ആൻസർ എത്ര കിട്ടും? 3000 കിട്ടും. എങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എത്രയാണെന്ന് നോക്കാം. അതിന് ആൻസർ എത്ര? 3000 കിട്ടും. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നിടുന്ന് എഴുതുന്നേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എത്രയാണ് നോക്കിയേ. ദ നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻ ബ്രാൻഡ് എ ഇൻ സിറ്റി ടി ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻ ബ്രാൻഡ് ബി ഇൻ സിറ്റി ക്യൂ? അപ്പം എ ടിയിലെ വാല്യൂ, എ എന്ന് പറഞ്ഞ ബ്രാൻഡ് ടി എന്ന് പറഞ്ഞതിനകത്ത് ഏത് പെർസെന്റേജ് ആണ് ഇതിന്റെക്കാൾ? ബി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ക്യൂ സിറ്റി. അത് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ എ എന്ന് പറഞ്ഞ ബ്രാൻഡ് ടി സിറ്റിയിൽ എത്രയാണെന്ന് നോക്കാം. എ എന്ന് പറഞ്ഞ ബ്രാൻഡ് ടി സിറ്റിയിൽ എത്രയാ? 700 ആണ്. ഈ 700 എന്ന് പറയുന്നത് ആരുടെ പെർസെന്റേജ് ആണ് നോക്കണം? ബി എന്ന് ബ്രാൻഡിന്റെ ക്യൂ. ബി എന്ന് ബ്രാൻഡിന്റെ ക്യൂ എത്രയാ? 500ന്റെ എത്ര പെർസെന്റേജ് നോക്കണം? 500ന്റെ എത്ര പെർസെന്റേജ് നോക്കണം? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 700/500 × 100 ചെയ്താൽ മതി. അതായത് ഈ പറയുന്ന എ എന്ന് പറഞ്ഞ ബ്രാൻഡ് ടി എന്ന് പറഞ്ഞ സിറ്റിയിൽ എത്രയാണെന്ന് നോക്കുന്നു. എ എന്ന് പറയുന്ന ബ്രാൻഡ് ടി എന്ന് പറഞ്ഞ സിറ്റിയിൽ എത്രയാ? 700 ആണ്. അത് എത്ര പെർസെന്റേജ് ആണ്? ആരുടെ? ഈ പറയുന്ന ബി എന്ന ബ്രാൻഡ് ക്യൂ എന്ന് പറഞ്ഞ സിറ്റിയിൽ. ബി എന്ന് പറഞ്ഞ ബ്രാൻഡ് ക്യൂ എന്ന സിറ്റിയിൽ എത്രയാണ്? 500 ആണ്. അപ്പൊ 500ന്റെ എത്ര പെർസെന്റേജ് ആണ് എന്ത്? ഈ 700 നോക്കിയാൽ മതി. അപ്പൊ 500ന്റെ 100% എടുത്താൽ പോലും 500 വരത്തുള്ളൂ. അപ്പൊ അതിനെ 100% കൂടുതലാണെന്ന് മനസ്സിലായി. എനിക്ക് വേഗത്തിൽ ചെയ്യാൻ വേണ്ടി
ഇങ്ങനെ 2 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ 700/5 കിട്ടുമല്ലോ. 700/5 നമുക്ക് നോക്കിയാൽ തന്നെ കിട്ടും. കാരണം എന്താ 70/5 എന്ത് ചെയ്താൽ നമുക്ക് എത്ര 70/5 14 കിട്ടും, പിന്നെ 0 140% നമുക്ക് നോക്കുമ്പോൾ തന്നെ കിട്ടും. അല്ലെങ്കിൽ 100/5 ചെയ്താലും മതി. 100/5 എത്രയാ 20 കിട്ടും. 20 × 7 എത്ര കിട്ടും 140. ഏത് രീതി ചെയ്താലും നമുക്ക് ആൻസർ എത്ര കിട്ടും 140% കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അതിന്റെ ആൻസർ എത്ര കിട്ടും 140% കിട്ടും. നമ്മുടെ ആൻസർ എത്രയാ 140% ആയിരിക്കും. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റിനൊക്കെ അത്രയും വേഗത്തിൽ ഒരു സ്റ്റെപ്പ് പോലും പേപ്പർ ചെയ്യാതെ മൈൻഡിൽ തന്നെ ചെയ്ത് ആൻസർ ഓപ്ഷൻ കുത്തി തന്നെ പോവുക. അതിന് നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കറക്റ്റായിട്ടൊന്ന് ബൈഹാർട്ട് ചെയ്ത് ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലെത്തി നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്, അതിനകത്ത് ആൻസർ ഏത് രീതിയിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. വാട്ട് ഈസ് ദി ആവറേജ് നമ്പർ ഓഫ് യൂസേഴ്സ് ഓഫ് ബ്രാൻഡ് എ അക്രോസ് ആൾ ദി 5 സിറ്റീസ് ടുഗദർ? നമുക്ക് എയിലെ ടോട്ടൽ വാല്യൂന്റെ ആവറേജ് ആണ് വേണ്ടത്. എ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഈ 5 സിറ്റിയിലും കൂടെ ഉള്ള ആവറേജ് വാല്യൂ ആണ് വേണ്ടത്. എങ്ങനെയാണ് ഈ ആവറേജ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഈ പറയുന്ന എ വാല്യൂ ഇവിടെ 500 ആണ്, 550 ആണ്, 600 ആണ്, 550 ആണ്, 700 ആണ്. ഇതിന്റെ എല്ലാം ടോട്ടൽ സം എടുക്കുന്നു, ബൈ 5 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും ആവറേജ് കിട്ടും. സാധാരണ ഇതിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആവറേജ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് അതുപോലെ ലൈൻ ഗ്രാഫ് തന്നാലും ഇതുപോലെ ബാർ ഗ്രാഫ് തന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ആവറേജ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂനെ ബേസ് ആയിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഏതെങ്കിലും ഒരു വാല്യൂനെ ബേസ് ആയിട്ട് എടുക്കുക. ഏറ്റവും ചെറിയ വാല്യൂ ആയാലും മതി, അല്ലെങ്കിൽ ഒരു ആവറേജ് വാല്യൂ ആയാലും മതി. ഏതായാലും ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക ബേസ് ആയിട്ട് എടുക്കുക. ഇവിടെ നോക്കിയാൽ 500, 550, 600, 550, 700 എന്നല്ലേ. ഞാൻ ഇതിനകത്ത് 500 ഞാൻ എന്തായിട്ട് എടുത്തു ബേസ് വാല്യൂ ആയിട്ട് എടുത്തു. അതായത് എല്ലാത്തിന്റെയും ബേസ് വാല്യൂ എന്തായിട്ട് എടുത്തു ഈ 500 എടുത്തു. എന്നിട്ട് അതിനേക്കാൾ കൂടുതലോ കുറവുണ്ടെങ്കിൽ അത് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു ആഡ് ചെയ്ത് പോകുന്നു. ഏതൊരു ക്വസ്റ്റിന്റെ ആവറേജ് ചോദിച്ചാലും നിങ്ങൾ ഈ ഒരു മെത്തേഡിലേ ചെയ്യാവും. അപ്പൊ ഇവിടെ എന്താണ് 500 ബേസ്, ഇവിടെ എക്സ്ട്രാ ഒന്നുമില്ല. ഇവിടെ എത്രയുണ്ട് ഒരു 50 ഉണ്ട്. ആ എക്സ്ട്രാ ഉള്ള ബേസിനേക്കാൾ എക്സ്ട്രാ ഉള്ള കാര്യം മാത്രമേ എഴുതൂ. ഇവിടെ ഒരു 50 എക്സ്ട്രാ ഉണ്ട്. ഇത് മനസ്സിൽ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ എക്സ്ട്രാ എന്ന് എഴുതിയിടുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ എത്രയുണ്ട് 50 എക്സ്ട്രാ വന്നു. പ്ലസ് ഇവിടെ എത്ര വന്നു 500 പ്ലസ് 100 ഇവിടെ എക്സ്ട്രാ വന്നു. കാരണം ഇവിടെ 600 അല്ലേ. അപ്പൊ ഒരു 100 ഇവിടെ എക്സ്ട്രാ വന്നു. ഇവിടെ വീണ്ടും 550 ആണ്, ഒരു 50 എക്സ്ട്രാ വന്നു. വീണ്ടും ലാസ്റ്റ് ഒരു 700 ആണ്. അത് 500നേക്കാൾ എത്ര കൂടുതലാണ് ഒരു 200 കൂടുതലാണ്. അപ്പൊ ഈ എക്സ്ട്രാ വന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് എഴുതിയാൽ മതി. നോക്കിയേ 50 പ്ലസ് 100 പ്ലസ് 50 പ്ലസ് 200. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സം എത്ര കിട്ടും നോക്കിയാൽ 200 പ്ലസ് 50 പ്ലസ് 50 300 പ്ലസ് 100 400 എന്ന് കിട്ടും. 200 250 350 400. അപ്പൊ ടോട്ടൽ എക്സ്ട്രാ വന്ന വാല്യൂ എത്രയാ 400 വാല്യൂ വന്നു. ബൈ ഈ നോക്കി ഇവിടെ 1 2 3 4 എങ്കിൽ ബൈ 4 ചെയ്താൽ മതി എന്ന് വിചാരിക്കരുത്. നമ്മൾ ടോട്ടൽ എണ്ണം എത്ര ഉണ്ട് അത്ര എടുക്കണം. 1 2 3 4 5 ബൈ 5 എടുക്കണം. 400/5. 400/5 എത്രയാ 45/5. 40/5 ചെയ്താൽ നമുക്ക് 8 കിട്ടും. 8 × 10 80 കിട്ടും. അപ്പൊ 500 പ്ലസ് 80 ആയിരിക്കും നമ്മുടെ ടോട്ടൽ ആവറേജ്. ആൻസർ എത്ര കിട്ടും 580 ആയിരിക്കും നമ്മുടെ ആവറേജ്. ഇതിനകത്ത് എളുപ്പം എന്താ, നമ്മൾ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ 500 550 ഒക്കെ ഉള്ളൂ എന്ന് തോന്നും. പക്ഷെ നമ്മൾ ചില ഗ്രാഫ് ചെയ്യുമ്പോൾ ഡെസിമൽ വാല്യൂ വരും. അതായത് 572 535 565 എന്നൊക്കെ പറഞ്ഞ് ഓരോ ഡെസിമൽ എന്നല്ല കുറച്ച് ഇതാണ് 0യിൽ തീരാത്ത നമ്പറുകളൊക്കെ തരും. അപ്പൊ അവിടെ നമുക്ക് സം എടുത്ത് ബൈ 5 ഒക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുമെങ്കിൽ ഏതെങ്കിലും ഇത് കണക്കൊരു എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നൊരു നമ്പർ എന്ത് ചെയ്യുക ആവറേജ് ആയിട്ട് നിർത്തിയിട്ട് ബാക്കി അതിനേക്കാൾ കൂടുതലോ കുറവോ, ഇവിടെ കുറവൊന്നും ഞാൻ എടുത്തില്ല, എല്ലാം കൂടുതലായിരുന്നു എടുത്തത്. അപ്പൊ കൂടുതലുള്ള വാല്യൂ ആ എക്സ്ട്രാ വരുന്ന വാല്യൂസ് മാത്രം കൂട്ടുക, അതിനെ മാത്രം ആവറേജ് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിനെ മാത്രം ആവറേജ് ചെയ്യുക. ആ എക്സ്ട്രാ വന്ന നമ്പറിനെ മാത്രം ആവറേജ് ചെയ്യുന്നു. ആ കിട്ടുന്ന ആവറേജ് എത്ര നോക്കുന്നു, ആവറേജ് എത്ര കിട്ടി 80 ആവറേജ് കിട്ടി. എങ്കിൽ ഈ 80 ആവറേജ് നമ്മൾ നേരത്തെ എടുത്ത ബേസ് വാല്യൂവിനകത്ത് എന്ത് ചെയ്യുക ആഡ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ റിക്വയർഡ് ആവറേജ്. വളരെ ഈസി ആയിട്ട് കിട്ടും. കാരണം എന്താ, നമുക്കൊരു വലിയ ബൾക്ക് എമൗണ്ട് ബൈ ഒരു 5 വരുന്നില്ല, ഒരു ചെറിയ എമൗണ്ട് ബൈ 5 മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെച്ചേക്കാം. ഞാൻ ആൻസർ എത്ര കിട്ടി 580 കിട്ടി. എങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് ക്വസ്റ്റ്യനൊക്കെ ഇത് നമുക്ക് ഈ രീതി ചിന്തിച്ച് ചെയ്യാൻ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം വലിയ വലിയ നമ്പറൊന്നും നമുക്ക് അതിനകത്ത് ആവശ്യം വരുന്നില്ല. നമുക്ക് ഈ 500 600 ഒന്നും നമുക്ക് നമ്പർ വരുന്നില്ല. നമുക്ക് ജസ്റ്റ് 100 50 ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. ആ 100 50 ഒക്കെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതി തന്നത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മൈൻഡ് ചെയ്യണം. കാരണം 50 വന്നു 50 പ്ലസ് 100 150 വന്നു 150 പ്ലസ് 50 200 വന്നു 200 പ്ലസ് 200 400 വന്നു 400/5 80 വന്നു 80 പ്ലസ് ബേസ് 500 പ്ലസ് 80 30 580. നിങ്ങൾ പേപ്പറും പേനയും പോലും ഉപയോഗിക്കരുത്. അല്ലാണ്ട് തന്നെ എന്ത് ചെയ്യുക ആൻസറിലേക്ക് എത്തിച്ച് ശീലിക്കണം. അപ്പം നമ്മൾ കാണുമ്പോൾ ഇത് എളുപ്പമാണല്ലോ, ഞാൻ പേപ്പർ വെച്ച് ചെയ്താൽ എനിക്ക് വേഗത്തിൽ കിട്ടും. കാരണം ഞാൻ സാധാരണ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലല്ലോ, വേറൊന്നും ചെയ്യാനില്ലല്ലോ, നമുക്ക് ആഡ് ചെയ്താൽ തന്നെ കിട്ടുമല്ലോ, ആഡ് ചെയ്ത് ബൈ 5 ചെയ്താൽ പോരെ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ പോലും ചെയ്യാനെടുക്കുന്ന സമയം, എഴുതി ആഡ് ചെയ്ത് ബൈ 5 ചെയ്യുന്ന സമയം പോലും നമുക്ക് ആവശ്യം വരുന്നില്ല. ഈ ഒരു മെത്തേഡിൽ നമ്മൾ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാ കാൽക്കുലേഷൻ നമ്മുടെ എവിടെ നടക്കും, മൈൻഡിൽ നടക്കും. അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾ അതൊക്കെ തന്നെ ശീലിക്കണം.
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടോട്ടൽ നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻ ബ്രാൻഡ് എ ആൻഡ് ബി ടുഗദർ ഇൻ ദി സിറ്റി ആർ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻ ബ്രാൻഡ് എ ആൻഡ് ബി ടുഗദർ ഇൻ പി. നമുക്കിവിടെ വേണ്ടത് ഡിഫറൻസ് ആണ്. ആരുടെയൊക്കെ ഡിഫറൻസ് ആണ്? എയുടെയും ബിയുടെയും കൂടി ഡിഫറൻസ് അല്ല. എയും ബിയും ഏതിനകത്ത്? ആറിനകത്തുള്ള എയും ബിയും അതുപോലെ തന്നെ പിക്കകത്തുള്ള എയും ബിയും നമ്മൾ ഡിഫറൻസാണ് വേണ്ടത്. ആറിനകത്തുള്ള എയും ബി എത്രയാന്ന് നോക്കിയേ. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തെറ്റാൻ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ എയുടെയും ബിയുടെയും, ആറിനകത്തുള്ള എയുടെയും ബിയുടെയും ഡിഫറൻസ് എടുക്കുക, പിന്നെ മറ്റേതിനകത്തുള്ള എയുടെയും ബിയുടെയും ഡിഫറൻസ് എടുക്കുക. അങ്ങനല്ല, ആറിന്റെ സം എടുക്കുക, പിന്നെ അടുത്ത എന്താ പിന്റെയും സം എടുക്കുക, എന്നിട്ട് അവരുടെയാണ് ഡിഫറൻസ് എടുക്കേണ്ടത്. ആദ്യം പറയുന്ന കാര്യം നമ്മൾ, നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടാൻ തുടക്കക്കാരാണെങ്കിൽ ഈ ഗ്രാഫൊക്കെ ചെയ്യുമ്പോൾ ബേസ് വേണമെങ്കിൽ ആദ്യം പറയുന്ന കാര്യം എന്താണോ അതായിരിക്കും അവസാനം ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പർ ഓഫ് യൂസേഴ്സ് അക്രോസ് ബ്രാൻഡ് എ ആൻഡ് ബി ടുഗദർ. ടുഗദർ എന്ന് പറഞ്ഞാൽ സം അല്ലേ വരേണ്ട, എയും ബിയും കൂടി ഒരുമിച്ചുള്ളതിന്റെ, പിന്നെ ആരാണ് പിന്നകത്തെയും എയും ബിയും ഒരുമിച്ചുള്ളതിന്റെ ആ രണ്ട് വാല്യൂന്റെ എന്താണ് എടുക്കേണ്ടത്? ഡിഫറൻസ് എടുക്കേണ്ടത്. അപ്പൊ ആദ്യം പറയുന്ന കാര്യം നമ്മൾ എപ്പോഴും എവിടെ ചെയ്യേണ്ടത്? അവസാനമായിരിക്കും ചെയ്യേണ്ടത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചാൽ ഐഡിയ കിട്ടാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഈ ബ്രാൻഡ് എ ആൻഡ് ബി ഇൻ ആർ എടുക്കുന്നു. എ ആൻഡ് ബി ഇൻ ആർ എത്രയാണ്? ആറിനകത്ത് എ ആൻഡ് ബി 600 പ്ലസ് 650 നമ്മൾ എടുക്കുന്നു. 600 പ്ലസ് 650, 600 പ്ലസ് 600 1200 പ്ലസ് 50 1250 എന്ന് കിട്ടും. അപ്പം ആറിനകത്ത് വാല്യൂ ആയി. ഇനി നമുക്ക് നോക്കാം, ഇനി വേറെ ആരായിരുന്നു? ഇനി എയും ബിയും ഇൻ പി. പിക്കകത്ത് വാല്യൂ 500ഉം 600ഉം. അത് നോക്കാം. പിക്കകത്ത് വരുമ്പോൾ എത്രയാ? 500 പ്ലസ് 600 എത്ര കിട്ടും? 1100. എങ്കിൽ ഇവരുടെ ഡിഫറൻസ് നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും. 1100 എത്രയാണ്? 150 കൂടുതലാണ് ആര്? ഈ പറയുന്ന ആളുടെ വാല്യൂ. ഓപ്ഷൻ എന്ത് കിട്ടും? 150. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജസ്റ്റ് അതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. 1250 ബൈ മൈനസ് 1100 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 150 കിട്ടും. 150 ആയിരിക്കും എന്റെ റിക്വയർഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻ ബ്രാൻഡ് എ ഇൻ സിറ്റി പി ആൻഡ് ക്യൂ ടു ദി നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻ ബ്രാൻഡ് ബി ഇൻ സിറ്റി എസ് ആൻഡ് ടി. അപ്പൊ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കുക. വാട്ട് ഈസ് ദി റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് യൂസേഴ്സ് ഓഫ് ബ്രാൻഡ് എ ഇൻ സിറ്റി പി ആൻഡ് ക്യൂ. എ ഇൻ സിറ്റി പി ആൻഡ് ക്യൂ എന്ന് വെച്ചാൽ എത്രയാ? പിയിലെയും ക്യൂയിലെയും നമ്മുടെ എയുടെ വാല്യൂ നോക്കാം. 500 പ്ലസ് 550 എത്ര കിട്ടി? 500 പ്ലസ് 550 1050 എന്ന് കിട്ടും. 500 പ്ലസ് 550 1050. അതായത് ആ വാല്യൂ വാട്ട് ഈസ് ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻ ബ്രാൻഡ് എ ഇൻ സിറ്റി പി ആൻഡ് ക്യൂ. പിയിലെയും ക്യൂയിലെയും എയുടെ വാല്യൂ എടുത്തു. ഇനി അടുത്ത റേഷ്യോ എടുക്കേണ്ട ആരാണ്? ടു ദി നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻ ബ്രാൻഡ് ബി ഇൻ എസ് ആൻഡ് ടി. ഇനി ബിയുടെ ആണ് വേണ്ടത് എസ് ആൻഡ് ടി. എസിന്റെയും ടിയിലെയും ബിയുടെ വാല്യൂ എത്രയാ? 700 പ്ലസ് 550. അപ്പൊ നമുക്ക് അവിടെ എടുക്കാൻ എത്രയാ? ഡിവൈഡ് ബൈ 700 പ്ലസ് 550. 700 പ്ലസ് 500 എത്രയാ? 1200. 1200 പ്ലസ് 50 1250 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ റിക്വയർഡ് റേഷ്യോ എത്രയാ? 1050 ബൈ 1250 എന്നാണ് കിട്ടും. ഇതായിരിക്കും നമ്മുടെ റിക്വയർഡ് റേഷ്യോ. നമുക്ക് റേഷ്യോ എടുക്കാൻ അറിയാം. ജസ്റ്റ് കട്ട് ചെയ്താൽ മതി. 5 കൊണ്ട് വെട്ടി എത്ര കിട്ടും? 21 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 25 കിട്ടും. 21:25 ആയിരിക്കും നമ്മുടെ റിക്വയർഡ് റേഷ്യോ. എവിടെയുണ്ട്? 21:25 ആയിരിക്കും നമ്മുടെ റിക്വയർഡ് റേഷ്യോ. അപ്പൊ ഇതേപോലത്തെ കുറച്ച് മെത്തേഡിൽ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് വേഗത്തിൽ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. ഇത് ഒരു സിമ്പിൾ ഒരു ടേബിൾ ഗ്രാഫ് ആയിരുന്നു, അല്ല ഒരു ബാർ ഗ്രാഫ് ആയിരുന്നു. അപ്പം ആ ബാർ ഗ്രാഫ് ഏതൊക്കെ രീതിയിൽ എളുപ്പത്തിൽ ചെയ്യാന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇനി വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഇനിയും ഞാൻ കുറച്ചധികം ഗ്രാഫ് ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈ മിക്സഡ് ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി പഠിക്കുക. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ശരി എങ്കിൽ ബൈ.